ദൈവത്തിന്റെ അതിവിശ്വാസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പദവി സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കിയ ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നദികൂടി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ അനേക പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും ദൈവം നമ്മളെല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം വരുവാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ദൈവം ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഭവനത്തിനകത്ത് കടന്നു വരുവാൻ കഴിയാതെ രോഗിയായിരിക്കുന്നവർക്കും ദൈവത്തിന്റെ വലിയ സൗഖ്യം ഇന്നത്തെ ആരാധന ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ വലിയ സാക്ഷ്യം കേൾക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ മറുപടി ദൈവം അയക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി ആരാധനയ്ക്ക് ഒരു ദൈവവൈതൽ സഭയ്ക്കകത്ത് വരുമ്പോൾ എല്ലാ ആഴ്ചയും സ്തോത്രമാകലെ അവർ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത സൺഡേയിലെ എൻ്റെ ആരാധനയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. ഈ ആരാധനയ്ക്ക് എനിക്ക് വന്നു, ഞാൻ പോകുന്നു, പക്ഷെ അടുത്ത ആഴ്ചയിലെ ആരാധനയ്ക്ക് എനിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു തടസ്സവും എനിക്ക് ഉണ്ടാവില്ലേ. അടുത്ത ആഴ്ചയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ എനിക്ക് ദേവാലയത്തിൽ പോയി എൻ്റെ ദൈവമക്കളോടൊപ്പം സഭയ്ക്കകത്ത് എനിക്ക് ആരാധിക്കാനുള്ള ആരോഗ്യം ബലവും ദൈവം തരണം. ദൈവം എന്നെ കൊണ്ടുപോകണം. ഇത് ശക്തമായിട്ട് ആ ആഴ്ചകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ സ്തോത്രം, ദൈവം ഞാനായിട്ട് എന്നെ വന്നതല്ല, എന്റെ ദൈവം കൊണ്ടുവന്നത്. അപ്പോഴെന്റെ ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോകുന്നത് സ്തോത്രം വെറും കൈയോട് പോകത്തില്ല. ഓരോ സന്ധ്യയിലും ഞാൻ അനുഗ്രഹത്തോടെ പോകത്തുള്ളൂ. ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി അങ്ങോട്ട് ചെല്ലുന്നത് സ്തോത്രം ആ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന രീതിയിലല്ല. സ്തോത്രം ചില അനുഗ്രഹത്തോട് ആ ഭവനത്തോട് കയറുന്നത്. ആരെ അനുഗ്രഹത്തോട് എന്നെ അയച്ചു? എന്റെ കർത്താവ് എന്നെ അയച്ചു. എവിടുന്ന് ലഭിച്ചു? ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി, എന്റെ ദൈവം എന്നെ ശക്തീകരിച്ചു, ഒരു പുത്തൻ അനുഭവത്തിലേക്ക് എന്റെ ദൈവം മാറ്റിയിരിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യത്തോടെ അപ്രകാരം തന്നെ എന്റെ ദൈവം എന്നോട് ചെയ്യണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഓരോ ആരാധനയും നിങ്ങൾ തീ കത്തും. ഓരോ ആരാധനയ്ക്കകത്തും ദൈവത്തിന്റെ ആത്മാവിന്റെ തീ കത്തും. സ്തോത്രം. നമ്മള് സ്തോത്രം സഭാഹോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവത്തിന് തരാൻ ഒരു സെക്കൻഡ് സ്തോത്രം. ചിലപ്പോൾ ഈ വചനം ഈ പ്രസംഗിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഹൃദയത്തിനകത്ത് ഒന്ന് തൊടാൻ, ഒരു വ്യക്തിയുടെ ചിന്തയിൽ ഒന്ന് തൊടാൻ, ആ വ്യക്തിക്ക് നിസ്സാരമായ ഒരു കാര്യമാണ് നമുക്ക് വലിയ കാര്യം. സ്തോത്രം. പുള്ളിക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ നമുക്കത് വലുതാണ്. പക്ഷെ ദൈവത്തിന് തരാനും നിസ്സാരമാണ്, നമുക്ക് വലിയ കാര്യമാണ്. കാര്യം എന്തുവാ? 10-13 വർഷം കൊണ്ട് നമ്മൾ പാർച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അല്ലയോ? പക്ഷെ ദൈവത്തിന് തരാൻ ഇത് നിസ്സാരമല്ല. ദൈവത്തിന് തരാൻ ഇത് വെറും നിസ്സാരമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നമുക്കിത് വലിയ കാര്യം. അതേപോലെ ദൈവം ഒരുവനെ അതിനുവേണ്ടി ഒരുക്കുന്ന അവനും ഇത് നിസ്സാരമായി. കർത്താവ് ഒരുക്കുമ്പോൾ അവന് നിസ്സാരമായി. അതുകൊണ്ട് ഒരാളുടെ ഹൃദയം തൊട്ടാൽ മതി, ഒരാളുടെ ഹൃദയം തൊട്ടാൽ മതി. ഒന്നും വേണ്ട. സ്തോത്രം. ലോക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ കാണുന്നവരുണ്ട് നിസ്സാരമായിട്ട് ഓരോരുത്തരെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. യഥാർത്ഥമായിട്ട് ചാരിറ്റബിൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്തോത്രം. അദ്ദേഹം നമുക്ക് തരണ്ട, അദ്ദേഹത്തിന് നമുക്ക് വേണ്ട. സ്തോത്രം. കർത്താവ് തരുന്ന ദൈവമക്കള് കർത്താവ് വെച്ചിട്ടുണ്ട്, അവർ തന്നാൽ മതി, അവരെ ദൈവം തരും. ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ലോകത്തിനകത്ത് കോടികളാണ് സ്തോത്രം നമ്മള് സ്തോത്രം ഈ മീഡിയയിലൂടെ കാണുന്നത്. യൂസഫ് അലിയെല്ലാം കൊടുക്കുന്ന കോടികളാണ്. പുള്ളിക്ക് ഒരു ലാഭവും ഉണ്ടായിട്ടല്ല, അല്ലയോ അത് കൊടുത്തിട്ട്. പുള്ളി സ്തോത്രം പുള്ളിയുടെ മതപ്രകാരം അല്ല കൊടുക്കുന്നത്. പുള്ളി ഓരോരുത്തരെ കഷ്ടം അനുസരിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ മതത്തിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, തന്നാൽ അത് കൊടുക്കണം, കൊടുത്താലേ അനുഗ്രഹം പ്രാപിക്കുന്നു. അതാണ് പുള്ളി പറഞ്ഞാട്ട് കൊടുക്കുന്നത്. പല കാര്യങ്ങളും പുള്ളി കൊടുക്കുന്നത് അറിയുന്നില്ല, ചില കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. എങ്കിൽ ലോകകാര്യത്തിന് ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആത്മീയ കാര്യത്തിന് ചെയ്യാൻ എത്രയോ പേരെ ദൈവം ഒരുക്കി വെച്ചേക്കുന്നു. അപ്പൊ നമ്മളെ കാര്യത്തിനകത്തെല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി, ഇല്ലയോ? സ്തോത്രം. ഇത് ചെയ്തതെല്ലാം പരസ്യമായിട്ട് പോകും, ദൈവം ചെയ്യുന്നതൊന്നും പരസ്യമായിട്ട് വരും. ദൈവം പറയും രഹസ്യത്തിലുള്ളത് രഹസ്യത്തിൽ തന്നെ ദൈവം ചെയ്യും. സ്തോത്രം. ദൈവം ഇത് തരാൻ ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നും അല്ല, നമുക്ക് ഭയങ്കര വിഷയമാണ്. പക്ഷെ കർത്താവിന് തരാൻ ഇതൊന്നും ഒരു വിഷയമല്ല.
ഞാനിപ്പോഴും കർത്താവിനോട് പറയുന്നത്, കർത്താവിന്റെ സമയത്ത് ദൈവം തന്നാൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അഹങ്കാരിക്കും. ദൈവത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലയോ? അതുപോലെ തന്നെ നമുക്ക് സ്നാനക്കുളം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പലരെ സ്നാനപ്പെടുത്തിയ പല സ്തോത്രമാലയെ മറ്റുള്ള ചർച്ചിന്റെ ബേസിലായി നമ്മൾ പോയി സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമ്മളെ സ്നാനപ്പെടുത്തുന്ന നമ്മളെ സ്നാനക്കുളത്തിലാണ്. അത് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 പേര് നമ്മളെ സ്നാനപ്പെടുത്തില്ലേ നമ്മൾ സ്നാനപ്പെടുത്തുള്ളൂ. അത് പാർച്ചുകൊണ്ടിരിക്കുക. ദൈവം അതിനകത്ത് പെടുത്തണം, നമ്മളെ സ്നാനക്കുളത്തിനകത്ത് പെടുത്തും. ദൈവം അത് നമ്മളെ ഹാലിനകത്ത്, നമ്മളെ സ്നാനക്കുളത്തിനകത്ത് നമ്മളത് പെടുത്തും. നമ്മൾ പാർച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സ്നാനക്കുളം ഇനി ആര് ചോദിച്ചാലും നമ്മൾ കൊടുക്കും. ഏത് സഭക്കാർ വന്ന് ആര് വന്ന് പാർശ്വ എനിക്ക് സ്നാനപ്പെടുത്തണമെന്ന് കൊടുക്കും. സ്വന്തം 1 രൂപ പോലും മേടിക്കത്തില്ല. പക്ഷെ നമ്മൾ സ്നാനപ്പെടുത്തിയിട്ടെല്ലാം 2500 രൂപ 3000 രൂപ എല്ലാം കൊടുത്തിട്ട് നമ്മൾ സ്നാനപ്പെടുത്തി. അവർക്ക് വെള്ളം അടിക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, അവരങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്താൽ കൊടുത്തിട്ടാ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സ്നാനപ്പെടുത്തി. പക്ഷെ നമ്മളെ സ്നാനക്കുളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആർക്കും തുറന്നു 5 പൈസ തരാം. അത് നമ്മളെ സഭയുടെ ചെലവായിട്ട് നമ്മൾ എടുക്കും. എന്ത് വന്നാലും സഭയുടെ വെള്ളം ഇല്ലെങ്കിൽ, കിണറ്റി വെള്ളം ഇല്ലെങ്കിൽ, വെള്ളത്തു അടിച്ചാലും നമ്മളത് നിറച്ചു കൊടുക്കും. സ്വന്തം അത് നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമാണ്. സ്നാനക്കുളത്തിന്റെ വില നമ്മളാണ്. സഭാക്കുളം ആർക്കും കൊടുക്കത്തില്ല. സഭാക്കുളം നമുക്ക് നമ്മൾ കണ്ണുനീരോട് ദൈവം തന്നത് ആലയത്തെ ആ രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വന്തം ആലയത്തിന് അപ്പോൾ പറയുക, പക്ഷേ ആലയം ഓക്കെ, രാത്രി ഒരാൾ വന്ന് വയ്ക്കുക, രാത്രി ഒരു ആരാധന നടത്തിക്കും, സമയം ഫ്രീ ആണെങ്കിൽ നടത്തിക്കും. സ്തോത്രം. പക്ഷെ സഭാക്കുള്ള ആ രീതി കാണുന്നെങ്കിൽ നടത്താൻ തരത്തുള്ളൂ. സ്തോത്രം. നമുക്ക് സ്തോത്രം നമ്മുടെ സമയം നമ്മൾ ആലയം മെയിനാണ്. അതേപോലെ തന്നെ നമ്മൾ സെമിത്തേരിയും കെട്ടിപ്പിടിച്ചിട്ടില്ല. ആർക്കും വേണമെങ്കിലും സ്വന്തം അടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് പലരും കെട്ടിപ്പിടിച്ച് വെച്ചേക്കുക. ഇത് നമ്മൾ കെട്ടിപ്പിടിക്കത്തില്ല. കാര്യം എന്തുവാ? അത് എന്തിനുള്ളതാ? ഡെഡ് ബോഡി അടക്കം സ്ഥലമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം എന്ത് തന്നാലും നമ്മളത് മറ്റ് ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് നമ്മൾ കൂടുതൽ കാര്യം നമ്മൾ ഇതെല്ലാം അനുഭവിച്ചു വന്നതാണ്. അതുകൊണ്ടാണ് ഇല്ലയോ? അതുകൊണ്ടാണ് പറയുന്നത്, പട്ടിണി ഇരിക്കുന്നവനെ കണ്ടാൽ എന്ത് ചെയ്തുള്ളൂ? മനസ്സിലും ഉണ്ടാവുള്ളൂ. വിശപ്പിന്റെ വില അറിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവസഭ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വായിച്ചു, കർത്താവേ ആലയം എനിക്ക് പ്രാധാന്യം. സ്തോത്രം. നമ്മള് കഴിഞ്ഞ വർഷം കൊട്ടാരക്കരയിലെ ആരാധന ചിലവർ വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടത്താൻ ഇങ്ങോട്ട് തരുമോ? ഞങ്ങൾക്ക് അവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. അതെന്താ പക്ഷേ തരത്തില്ല. ഇത് ദൈവത്തെ ആരാധിക്കാറുള്ളത്. ദൈവമക്കൾ എന്റെ സഭയ്ക്കകത്തുള്ള ദൈവജനം കണ്ണുനീരൊഴുക്കി അവർക്ക് കിട്ടിയിരിക്കുന്ന ആലയമാണ്. അവർക്ക് കണ്ണുനീരൊഴുക്കി ദൈവത്തെ ആരാധിച്ച ദൈവം ഇറങ്ങി വന്ന് കയറി അവരെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്റെ പ്രോഗ്രാം നടത്താനല്ല, ഓരോരുത്തന്മാരെ പൊക്കി പ്രോഗ്രാം നടത്താനുള്ള ഒരു വഴിക്കുള്ളതല്ല ഈ ഹോൾ. സ്തോത്രം. അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇപ്പോഴും പറയുന്നുണ്ട്. അതിന് കൊടുക്കത്തില്ല. ഒരു വ്യക്തി എന്നോട് തോന്നുന്നത് ഒരു ആരാധന വൈകിട്ട് നടത്തി. സ്തോത്രം. നമുക്ക് എന്ത് തന്നാലും നമ്മൾ എന്ത് ചെയ്യും? അത് അതിന്റെ അനുസരിച്ച് യോഗ്യമായെന്ന് നോക്കിയിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ചുമ്മാ ചെയ്യത്തില്ല. യോഗ്യമാണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ നമ്മളത് ചെയ്യും. ദൈവം തരുന്നതിന്റെ വേദന നമുക്കറിയാം. നമ്മള് ഇല്ലായ്മയുടെ വേദന നമുക്കറിയാം. ഇല്ലായ്മയെന്ന് ആര് തന്നതാ? കർത്താവ്. സ്തോത്രം. ദൈവമക്കളെ ശക്തമായി പ്രാർത്ഥിക്കണം. ആരെയൊന്നും ഒരു വിഷയമല്ല ആർക്ക് തരാൻ. കർത്താവ് 1 സെക്കൻഡ് മതി ഒരാളെ ഹൃദയത്തിൽ തോന്നിയാൽ മതി. ഒരാള് ആ സമയത്ത് ആരെയും ഇല്ലയോ, അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഒറ്റ നിമിഷം ചിന്തിച്ചാൽ മതി. ഒറ്റ ഒപ്പ് മതി പരിപാടി നടക്കാൻ. ഇതെല്ലാം ദൈവത്തിന് തരാൻ 1 സെക്കൻഡ് മതി. അത് കർത്താവ് തരും. തരേണ്ട സമയത്ത് തരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ മടുത്തു പോകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് മടുത്തു പോവാതെ മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അതുപോലെ തന്നെ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സ്തോത്രം. എല്ലാവരും പനി ഭാരത്താൽ എല്ലാം ഇരുന്നാലും എനിക്ക് സന്തോഷമുണ്ട്. കെൽവിന് 16 വയസ്സ് തികഞ്ഞു. 16 വയസ്സ് സ്തോത്രമാലയെ പലവട്ടം മരണത്തോട് പോരാടി. അവിടെ എല്ലാം ദൈവം അവരെ കരുതി. മരണം മുഖാമുഖം കണ്ടവനാണ്. സ്തോത്രമാലയെ മരണത്തിൽ തീർന്നെന്ന് പറഞ്ഞവൻ. അവരെ തീർന്നു പോയെന്ന് പലരും പറഞ്ഞതാണ്. പക്ഷെ അവിടുന്ന് എല്ലാ ദൈവം അവനെ 16 വയസ്സ് വരെ കൊണ്ടുവന്നു. സ്തോത്രം. അവന്റെ ചെറുപ്രായം മുതൽ, അവൻ ജനിച്ചപ്പോൾ മുതൽ അനുഭവിക്കുക പല പ്രശ്നങ്ങളും. പക്ഷെ അവരെ 16 വയസ്സ് വരെ ദൈവം അവരെ കൊണ്ടുവന്നു. ആരോഗ്യം ബലം കൊടുത്തു. ദൈവം നിർത്തിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യത്തിനകത്തോടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മറന്നുപോയി അതിവിടെ പറയാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ SSLC അവൻ പാസ്സായി. സ്തോത്രം. അവൻ സ്തോത്രം. അല്ലെങ്കിൽ വലിയ പഠിക്കുന്നൊന്നുമല്ല.
വലിയ പഠിക്കുന്നൊന്നുമല്ല, സ്തോത്രമാലല്ലേ ഒരു മീഡിയം ലെവലിൽ കൂടെ പോകുന്നത്. പാസ്സാവുന്നു ഏകദേശമെല്ലാം നമുക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് പേടിയും പാസ്സാവുമോ എന്നൊരു പേടിയുണ്ട്, പാസ്സാവും. പക്ഷേ അവൻ എക്സാം എഴുതിയ സമയത്ത് ഒരു ദിവസം നമ്മൾ ഉറപ്പിച്ച് ഇവൻ തോറ്റു പോത്തേ ഉള്ളൂ, നടക്കത്തില്ല, ജയിക്കത്തില്ല, ബാക്കിയുള്ള എല്ലാ വിഷയത്തിനും ജയിക്കും, ആ ഒരു വിഷയത്തിന് അവൻ ജയിക്കത്തില്ല, ഉറപ്പിച്ചു. മലയാളം എന്ന് പറയുന്ന വിഷയം എഴുതേണ്ട ദിവസം നമ്മൾ ഉറപ്പിച്ചു തോറ്റുപോയത്. കാര്യം എന്തുവന്നു പറഞ്ഞാൽ വ്യാഴാഴ്ച പരീക്ഷ. ഇവന്റെ അടുത്ത് ബുധനാഴ്ച ചോദിച്ചിട്ടാ നാളെ പരീക്ഷ ഉണ്ടോ? നാളെ പരീക്ഷയില്ല, വെള്ളിയാഴ്ചയുണ്ട് പരീക്ഷ. നാളെ പരീക്ഷയില്ല, വെള്ളിയാഴ്ചയുണ്ട് പരീക്ഷ. ഞാന് സ്തോത്രം അന്ന് ഒരുപാട് വട്ടം ചോദിച്ചു. ബുധനാഴ്ച രാത്രി ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഇല്ല അവന് വെള്ളിയാഴ്ചയുള്ള പരീക്ഷ, സ്തോത്രം വെള്ളിയാഴ്ച. അപ്പൊ എന്തുവാ വല്ലതും പഠിക്കണമെങ്കിൽ വ്യാഴാഴ്ച എന്ത് പഠിക്കത്തുള്ളൂ, ബുധനാഴ്ച ലാലാലാല എക്സം നടക്കുക, അവൻ പരീക്ഷ എഴുതത്തില്ല, അല്ല പഠിക്കത്തില്ല, നമുക്ക് ഉറപ്പാ. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഴാഴ്ചയെ പഠിക്കത്തുള്ളൂ, വ്യാഴാഴ്ച നമുക്ക് പറയാനും പറ്റത്തുള്ളൂ, പുസ്തകത്തൊന്നുമില്ല പഠിക്കാനെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇവനോട് ഞാൻ ചോദിച്ചു, പിന്നെയും എനിക്ക് രാത്രി സംശയം, എടാ ടൈം ടേബിൾ എല്ലാം എടുത്ത് നോക്കടാ, ടൈം ടേബിൾ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്ക്, നീ കറക്റ്റ് ആണെന്ന് നോക്ക്, ആ ഹോൾ ടിക്കറ്റ് ഒന്ന് എടുത്തോണ്ട് അതിനകത്തൊന്നും ഇല്ല, വെള്ളിയാഴ്ച വിളിച്ചു. എന്റെ പരീക്ഷ എനിക്കറിയില്ല. അപ്പോഴ് സുഹൃത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്ത്, രാവിലെ നേരത്തെ എഴുതേക്കണ്ട, പക്ഷെ താമസിച്ചിരുന്ന് ഉറങ്ങിയാൽ നാളെ ഇവർക്കെല്ലാം അവധിയില്ല, പരീക്ഷ താമസിച്ച. അന്ന് രാത്രി എങ്ങനെയെങ്കിലും ലേറ്റായിട്ടാണ് കിടന്നത്. വ്യാഴാഴ്ച ഒരു 9 മണിയായപ്പോ ഫോൺ കോളുകൾ വന്നിരിക്കും. സ്തോത്രം. അപ്പോഴ് ഇവരുടെ ക്ലാസ് ടീച്ചറാണ് ഫോൺ ചെയ്യും, രാവിലെ ഫോൺ ചെയ്യും, സുഹൃത്തെ വിളിച്ചോണ്ടിരിക്കും. സുഹൃത എടുക്കുന്നില്ല. സുഹൃത പറഞ്ഞതിനെ പറയാ, ഇച്ചിരി കഴിഞ്ഞെടുക്കാം, അവർക്ക് യൂത്ത് ഫെസ്റ്റിവലിന്റെ ആനിവേഴ്സറിയുടെ പൈസ കൊടുക്കാണ്ട് അതിന് പറയുന്നത് എപ്പോ ഇടുന്നു പറയാൻ നമുക്ക് പിന്നെടുക്കാം. അല്ല 2-3 വട്ടം തീർത്ത് വിളിച്ചപ്പോൾ ഞാൻ സുഹൃത്തെ ഫോൺ എന്തോ വിഷയം കൊടുക്കുന്ന ഫോൺ എടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തപ്പോ അവർ എൽവിനെന്ത് ചെയ്യേ, ഇന്ന് എക്സാമാ, സമയം കഴിഞ്ഞു, കോളി കയറാനുള്ള സമയം കഴിഞ്ഞു, കെൽവിനെന്ത് ഞാൻ നിങ്ങളെ വീടിന്റെ ഫ്രണ്ട് കാറും കൊണ്ട് കിടക്കുക, പെട്ടെന്ന് അവനെ കയറ്റിക്കൊണ്ട് പോകണം, എന്ത് ചെയ്യേ? ഒരുത്തരെ ഉറങ്ങി കിടക്കുക, വീട്ടിന്റെ ഫ്രണ്ട് ടീച്ചർ വന്ന് കാറ് കൊണ്ട് കിടക്കുക, ഊണും എടുക്കത്തില്ല. അവര് അസുഖമാണ്, മെയിൻ പരീക്ഷ കണക്കൂട്ടുക. ഇവനെ എഴുന്നേക്കട ചാടി പിടിച്ചവനെ ഉണക്കിയവൻ എന്തുവാ, പല്ല് വെച്ചോന്ന് പോലും എനിക്കറിയത്തില്ല, മുടിയേക്കിയോന്ന് എനിക്കറിയത്തില്ല, ആ യൂണിഫോം എടുത്തിട്ട് സ്തോത്രം താഴെ ഇറങ്ങിയപ്പോ ഈ ടീച്ചറിന് വണ്ടി തിരിക്കാൻ പറ്റുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ സ്കൂട്ടറെ, അപ്പോഴൊന്ന് വിട്ടോ, ഞാനും കുറെ നോക്കാന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനും പോയി സ്കൂട്ടറെ കയറ്റിക്കൊണ്ടാ പോയി. ടീച്ചർ പിന്നെ ഇത് തിരിച്ച് കുറേയൊക്കെ വരുന്നുമ്പോ നമ്മള് സ്കൂളിൽ ചെന്നപ്പോ ഗേറ്റിന്റെ അവിടെ നിൽക്കും 2 ടീച്ചർമാർ ഇവരെ പിടിച്ചുകൊണ്ട് കയറ്റാൻ. ഇവനെ അല്ലെങ്കിൽ കേട്ടത്തില്ല. സ്തോത്രം. വെളിയിൽ നിന്നുള്ള അധ്യാപകരാണല്ലോ അകത്തിരിക്കുന്നത്, അവര് കേട്ടത്തില്ല. അതിന് വേറെ 2 അധ്യാപകർ വെളിയിൽ നിൽക്കുമോ, പെട്ടെന്ന് ഇവൻ ഇത്ര VIP ട്രീറ്റ്മെന്റ് ഒത്രയ്ക്ക് ഇവനെ കരുതി. ഞാൻ ഇവരെ മുടി നോക്കുന്നുണ്ട്, ഇവരെ രോഗമെല്ലാം അല്ലുവെച്ചോന്നറിയത്തില്ല, വല്ലാത്ത ലെവല. ഇവനെ കൊണ്ടുപോയി കയറ്റി. എനിക്കറിയാം പൊട്ടി പാളി. എന്നാ തലേന്ന് ഇവൻ പഠിക്കത്തുള്ളൂ, എനിക്ക് നല്ലോണം തലേന്ന് പഠിച്ചു. പിന്നെ അതുമല്ല, ഇതിന്റെ തലയുടെ ഈ ഉറക്കച്ചെവത്ത മാറിയിട്ടില്ല. അവൻ ഇനി ആ പേപ്പറിന്റെ അകത്തിരുന്ന് 7 പേർ ഒഴിച്ച് ഉറക്കത്തേ ഉള്ളൂ, ഇതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് റിസൾട്ട് വന്നപ്പോ എനിക്ക് ഉറപ്പാണ് എന്തുവാ പൊട്ടു. പക്ഷെ അതിനാ നല്ല മാർക്ക്. അപ്പൊ ദൈവം കരുതിയ അവരുടെ ഞാൻ എഴുതിയാണ്. അവൻ തിരിച്ചു വന്നപ്പോ എൻ്റെ അടുത്ത് വന്നു. ഇപ്പൊ ഞാൻ പോയത് ഇപ്പൊ ചില കാര്യത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ചിലപ്പോൾ പറയും പഠിച്ചാൽ, പഠിക്കാതെ ചില വിഷയത്തിനകത്ത് ദൈവത്തിന് ചില അത്ഭുതം ചെയ്യാൻ പറ്റും. കാര്യം എന്തുവാ, നമ്മളെ നിന്ദിക്കപ്പെടുവാൻ, പരിഹസപ്പെടാൻ, അപമാനപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കുന്നില്ല. യേശു അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ഈ സാക്ഷിയുടെ പേര് ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറയെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും അപമാനിക്കുവാനും മറ്റുള്ളവരെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഇന്ന് പകൽ
ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പൊട്ടു. പക്ഷേ ആ വിഷയത്തിനകത്ത് ഒരു നല്ല വിജയം ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. കാര്യം ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന അനേകരുണ്ട്, ലജ്ജിക്കാൻ പരിഹസിക്കാൻ ഇരിക്കുന്ന അനേകരുണ്ട്. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഒരു സാക്ഷിയോട് ഞാൻ ഇതിനകത്ത് എന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറയുക. സ്തോത്രം. ഒരു സാക്ഷിയോട് ഞാൻ പറയുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു അമ്മാമ സ്തോത്രം അതിന്റെ ഒരു കുടുംബത്തെ ഒരു അമ്മാമ്മയെ അച്ഛനെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആ മക്കളെല്ലാം എന്തുവായി? സ്തോത്രം. സ്തോത്രം. മക്കളെല്ലാം എന്തുവായി? പിന്നെ അവന്റെ മക്കള് ഇന്നെ പഠിക്കുക. സ്തോത്രം. അയ്യോ മോളെ എന്താ സയൻസിനൊന്നും വിടാതെ മോളെ നേഴ്സിംഗിന് വിടണ്ടേ? ഞാൻ മോളെ നേഴ്സിംഗിനല്ല വിടുന്നത്, ഡിഗ്രിക്ക് വിടുക. ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് പരിപാടി? ബൈക്കോളെ പോവാ. അപ്പൊ ഇളയാളോ പ്ലസ് ടു അടുത്ത ബൈക്കോളെ, മൂത്താള് ബൈക്കോളെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെന്നെ കുറച്ചു നേരം നോക്കി ഇവർക്ക് അങ്ങോട്ട് ഉറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവരെന്റെ അടുത്ത് എടുത്തവേ പറഞ്ഞു, പക്ഷെ അതേ പണ്ട് പാസ്റ്ററിനെ പിള്ളേരെ പറ്റി പറയുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ കൊച്ചിയിലെ മുതൽ നമുക്കറിയാം. ഒരുപാട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. സ്തോത്രം. ഒരു 10 വർഷത്തിന് മേലായി ഞങ്ങൾ കൂടുതൽ കണ്ടിട്ട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറയാം, കൊച്ചിലെ പാസ്റ്ററിനെ പറയുന്നത് ഞങ്ങൾ ഓർത്ത് ആ പറച്ചിലേ ഉള്ളൂ. പിന്നെ പിള്ളേർ വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ പോത്തുള്ളൂ. പക്ഷെ പിള്ളേർക്ക് കുഴപ്പമില്ലേ? പിള്ളേർക്ക് എന്തോ കുഴപ്പമുണ്ടോ? പിള്ളേർക്ക് എന്തുവാ അമ്മാവൻ കുഴപ്പമെന്തുവാ? അച്ഛൻ പിള്ളേർക്ക് എന്ത് കുഴപ്പം? പിള്ളേർ എങ്ങനെയല്ലേ ആവണ്ടേ? അല്ല ഇപ്പോഴാ മനസ്സിലായ പാസ്റ്റർ വാക്ക് പാലിച്ചത്. ഞാൻ പറഞ്ഞപ്പോ പല വാക്കാന്നുള്ളത്. എനിക്കൊരു തന്തയുള്ളൂ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കൊരു തന്തയും എനിക്കൊരു പിതാവേ ഉള്ളൂ. അത് കർത്താവായ യേശു പറ്റനാ എന്റെ പിതാവ്. എനിക്കൊരു അപ്പനുണ്ട്, അത് ജോൺസൺ എന്നാ പേര്. സ്തോത്രം. അദ്ദേഹത്തിന്റെ മോനാ ഞാൻ. അതെനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചു, വാക്കിന് വിലയുണ്ട്. അപ്പൊ ഇവരുടെ അടുത്ത് പിന്നെ എന്താ ചോദിക്കുക? പാസ്റ്റർ പാലിച്ചല്ലോ. ഞാൻ പറഞ്ഞേ, നിങ്ങൾ എന്തുകൊണ്ട് വലിയ കാര്യമായിട്ട് പാലിച്ചെന്ന് പറയുന്നേ? അമ്മാമേ, ക്രിസ്ത്യനായാലും കൃപയായാലും കെൽവിനായാലും 3 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അവർ ശ്രോത്രാഴ്ചയിൽ ജീവിച്ചവരാ. അവര് ദൈവനാമത്തിൽ കിട്ടിയ പൈസ കൊണ്ട് അവരെ വളർന്നവരാ. അവര് ദൈവനാമത്തെ ഉയർത്തേണ്ടത്. എന്റെ കാട്ടി കടപ്പാട് അവർക്ക് ദൈവത്തോടുണ്ട്. കാര്യം എന്തുവാ? അവരെ ഇട്ടിരിക്കുന്നതും അവർ ഉടുക്കുന്നതും അവർ കഴിക്കുന്നതും അവർ പോകുന്നതും വരുന്നതും എല്ലാം ദൈവനാമത്തിലുള്ളതാ. ആ ദൈവനാമത്തിൽ കിട്ടിയത് അവര് ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയാ. ദൈവത്തോട് അത്രയും കടപ്പാട് അവർക്ക് ഉണ്ടാവണം. ദൈവത്തോട് അത്രയും കടപ്പാട് സ്തോത്രം പാസ്റ്റർ മക്കൾക്കുണ്ട്. പാസ്റ്റർ പ്രസംഗിച്ചിട്ട് പാസ്റ്റർ മാതൃകയില്ലെങ്കിൽ എന്തോ കാര്യം? പാസ്റ്റർ മക്കളെ ഒന്നും ഇതിന് വിടത്തില്ല. പാസ്റ്റർ മക്കളെല്ലാം വേറെ പഠിക്കാൻ വിട്ടേക്കുന്നത്. നേഴ്സിംഗിന് പറഞ്ഞു വിടുന്നു, MBA പഠിക്കാൻ പറഞ്ഞു വിടുന്നു, BDA പഠിക്കാൻ പറഞ്ഞു വിടുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറഞ്ഞു വിടുന്നു. പാസ്റ്റർ മക്കളെ, പാസ്റ്റർ കിട്ടിയേക്കുന്ന വരുമാനമല്ലേ ഉള്ളുന്ന? ഇതെല്ലാം കണക്ക് പറയേണ്ട ദിവസമുണ്ട് ദൈവമക്കളെ. എനിക്ക് തന്നിരിക്കുന്ന 3 എണ്ണത്തിന് ഞാൻ എന്ത് ചെയ്തേക്കുവാ? കർത്താവിന്റെ വരെ. അപ്പൊ ഇവര് പറഞ്ഞ പാസ്റ്ററിനുള്ള വീതവും വിറ്റ്, അല്ലെ വീതവും വിറ്റ് ദൈവവേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. വേറെ ഒന്നും എന്റെ കയ്യിലില്ല. എല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് എന്റെ ആയിട്ട് ഒന്നുമില്ല. എനിക്ക് എല്ലാം എന്റെ കർത്താവിന്റെ വേല. എനിക്ക് എന്തൊക്കെ കിട്ടി അതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ എന്റെ 3 കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്കല്ലാതെ ഞാൻ പിന്നെ എന്തിനാ വിടണ്ടേ? ഞാൻ ഒരു പാസ്റ്ററായിട്ട് എന്റെ മക്കളെ അപ്പൊ മോളെ എങ്കിൽ നേഴ്സിംഗ്, മോളങ്ങനെ നേഴ്സിംഗിന് പോണ്ട. മോള് കർത്താവിന്റെ വേല പഠിച്ചാൽ മതി, കർത്താവിന്റെ വേലയ്ക്ക് വന്നാൽ മതി. മോള് അപ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അവര് പണ്ട് മുതലേ തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാൻ അവരെ നിർബന്ധിക്കത്തില്ല. എന്റെ പൂർണ്ണ തീരുമാനം ദൈവവേലയ്ക്ക് അവർ നിൽക്കാവും, അല്ലാതെ അവർ വേറെ പരിപാടിക്ക് പോകല്ലേ. അതിനുവേണ്ടിയാ ഞാൻ ജനിച്ചപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധിയുള്ളവര് വേറെ പണിക്ക് പോട്ടെ, ബുദ്ധി ഇല്ലാത്തവര് കർത്താവിന്റെ വേലക്കേട്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 3 പേരെയും ജനിക്കാൻ തുടങ്ങിയപ്പോഴേ അമികാല ഉദരത്തിനകത്ത് വരുന്നപ്പോഴേ സുഹൃത്തുക്കളുടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് ദൈവവേലക്കുള്ളതാണ്. സ്തോത്രം. ഇത് ഇറങ്ങി വരുന്ന ദൈവവേലക്കുള്ളതാണ്. അത് ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധിയില്ലെങ്കിലും സ്തോത്രം, അത് ദൈവവേലക്കുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ ബുദ്ധിയുള്ളവരെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. 3 ഒന്നിനും കുറവില്ല. എല്ലാത്തിനും ഒന്നിനൊന്നിനും ക്വാളിറ്റി ഉള്ളതിനെ തന്നിട്ടുണ്ട്. ഈ 3 ആർക്കുള്ളതാ? ദൈവത്തിനുള്ളത്. ഞാൻ പറഞ്ഞ ഈ 3 പേരെയും വിടണം, ഇല്ലയോ? ഇതിനകത്ത് വരുന്ന വിഷയമുണ്ട് ദൈവമക്കളെ. ഞാനൊരു ഉദാഹരണം പറയാം.
ഇന്ന് പെന്തിക്കോസ്തിലെ ദൈവവേല പഠിപ്പിക്കാൻ പാസ്റ്റർമാര് ദൈവവചനം പഠിപ്പിക്കാൻ ചുരുക്കം ആൾക്കാരാണ് ബൈബിൾ കോളേജിലേക്ക് പിള്ളേരുള്ളത്. ഇതിന്റെ പ്രശ്നം വരുന്നത് എന്തോ അറിയാം, ഈ കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ സഭയ്ക്കകത്ത് പാസ്റ്റർമാര് കാണത്തില്ല, സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുവാനുള്ള പാസ്റ്റർമാര് കാണത്തില്ല. അപ്പോഴെന്ത് ചെയ്യും, സഭയിലെ കുറെ അച്ചായന്മാർ അങ്ങോട്ട് ഇറങ്ങും. റിട്ടയർമെന്റിൽ അങ്ങോട്ട് നിൽക്കുന്ന കുറെ അച്ചായന്മാര് തമ്പിച്ചാലും ഗോവിച്ചാലും വേവിച്ചാലും എല്ലാം അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ശുശ്രൂഷിക്കാൻ തുടങ്ങും. സഭയെ നിയന്ത്രിക്കുന്ന ആരാ? സ്തോത്രം. തമ്പിച്ചായോ, ഈ ആഴ്ച തമ്പിച്ചായ എടുത്തു, അടുത്ത ആഴ്ച വേവിച്ച എടുത്തു. സഭയ്ക്കകത്ത് എന്ത് വരത്തില്ല, കുറെ പ്രസംഗം വരും, ഉണർവ് വരത്തില്ല, അഭിഷേകം വരത്തില്ല, പരിശുദ്ധാത്മാവ് വരത്തില്ല. കാര്യം സഭയെ നിയന്ത്രിക്കാൻ ഒരു ഇടയനില്ലാതായി പോകും. എനിക്ക് കണ്ടോണം പെന്തിക്കോസ്തിനകത്ത് നടക്കാൻ പോകുന്ന വിഷയമാണ് പറയുന്നത്. ഇപ്പം തന്നെ വേവിച്ചാലും നമ്പിച്ചാലും എല്ലാം മറ്റുള്ളത് കയറി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, പറയുന്നതനുസരിച്ച് ഇടയന് വിലയില്ലാതിരിക്കുക. ഇനിയും ഇടയനില്ലാതായി തീരുന്ന ഒരു കാലമുണ്ട്. സ്തോത്രം. ഇടയനില്ലാതിരിക്കുന്ന കാലമുണ്ട്. ഇതിനകത്ത് ബ്രദർമാര് എന്ത് ചെയ്യും, സഭ കൊണ്ടുപോകും. ഇന്ന് തന്നെ പല സഭയ്ക്കകത്തുണ്ട് ബ്രദർ സഭയ്ക്കകത്ത് ഇടയനില്ല, ബ്രദർമാരാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്തുവാ, ആ സഭയ്ക്കകത്ത് ഒരു ഉണർവും ഇല്ല, ബലവും ഇല്ല. അന്ന് ഏറ്റവും ഉണർവ് പാട്ടുകൾ എഴുതുന്ന അവിടെ, ഉണർവ് കാര്യങ്ങൾ പുസ്തകങ്ങൾ ഇറക്കുന്ന അവിടെ, പക്ഷെ അതിനകത്തൊന്നും ഉണർവ് വരുന്നില്ല. അവരുടെ സഭ ഗ്രോത്ത് പിടിക്കുന്നില്ല. അവരുടെ സഭയ്ക്കകത്തുള്ള അടുത്ത തലമുറയെല്ലാം വേറെ അടുത്ത് പോയി കെട്ടിക്കൊണ്ടിരിക്കുക. കാര്യം എന്തോ, ഇവിടെ ബ്രദർമാരാ നിയന്ത്രിക്കുന്നത്, ഇടയനില്ല. ഒരു സഭയെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് എന്ത് ഉണ്ടാവണം, ഇടയനുണ്ടാവണം. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനായിരിക്കണം, ആടുകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവനായിരിക്കണം, ഏത് സമയത്തും ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവനായിരിക്കണം. അവരുടെ എല്ലാ കാര്യത്തിനകത്തും അവർക്ക് സമാധാനം പറഞ്ഞു കൊടുത്ത്, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുത്ത്, അവരുടെ കുബുദ്ധികളെല്ലാം എടുത്തു കളഞ്ഞ് അവർ യേശുമായിട്ട് ബന്ധം പുലർത്തി, യേശുമായിട്ടുള്ള ബന്ധം കൂട്ടിക്കൊടുക്കുന്നവനായിരിക്കണം ഇടയൻ. അതായിരിക്കണം ഇടയൻ. അല്ലാതെ റിട്ടയർമെന്റ് അങ്ങോട്ട് കഴിയുമ്പോഴ് ജോലിക്കകത്തിരുന്നപ്പോ സ്തോത്രം ചെയ്യാൻ പറ്റുന്ന തോന്നിവാസം എല്ലാം ചെയ്തിട്ട്, രാഷ്ട്രീയക്കാര് പറയുന്ന എല്ലാം തോന്നിവാസം കാണിച്ചിട്ട്, റിട്ടയർമെന്റിൽ അങ്ങോട്ട് ബൈബിളും എടുത്ത് മീശ അങ്ങോട്ട് വലിച്ച് ക്ലീൻ ഷേവൻ ചെയ്തിട്ട് വെള്ളം ഇട്ട് ബൈബിളും എടുത്തിട്ട് ഞാൻ എനിക്ക് ബൈബിളിന്റെ കുറെ ദാനം അറിയാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി നിൽക്കുമ്പോഴും സ്തോത്രം അദ്ദേഹത്തെ ബ്രദറിന് വിളിക്കാൻ പോയിട്ട് സാറിന് വിളിക്കണം. സ്തോത്രം. സാറിന് വിളിച്ചിട്ട് ദൈവം അങ്ങോട്ട് വചനം പ്രസംഗമാണ്. നിന്റെ വചനം ദൈവത്തിന് വേണ്ട, നിന്റെ ആരാധന നിന്റെ വചനമൊന്നും ദൈവത്തിന് വേണ്ട. നീ അത് യൗവന ടൈം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നീ പ്രസംഗിച്ചായിരുന്നു ദൈവത്തിന് വേണമായിരുന്നു. അല്ലാത്ത നിന്റെ പ്രസംഗം ദൈവത്തിന് വേണ്ട. ഈ ഇരിക്കുന്ന വേറെ റിട്ടയർമെന്റിൽ ഈ തോന്നിവാസങ്ങൾ കാണിച്ച് ദൈവവചനത്തിന് വിപരീതമായി പാപം ചെയ്യുന്ന ദൈവജനം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് നിന്നെ ആവശ്യമുണ്ട്, പക്ഷെ ദൈവത്തിന് വേണ്ട. അതുകൊണ്ടാണ് നിന്റെ സഭയ്ക്കകത്ത് ഒരു ഉണർവ് വെളിപ്പെടാതെ. സമ്പത്ത് ഇഷ്ടം പോലുണ്ട് നിന്റെ സഭയ്ക്കകത്ത്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ കാണുന്ന ദൈവസഭയ്ക്കകത്തുള്ള ഹോള്, ബിൽഡിങ്, ആർച്ച്, ഇതെല്ലാം ആര് കൊടുത്തതാ? ദൈവം കൊടുത്തതാ. എങ്ങനെ കൊടുത്തതാ? ഇതൊന്നുമില്ലായ്മയിൽ കണ്ണുനീരൊടുക്കി ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു, ദൈവജനമുണ്ടായിരുന്നു. ഇതിനെ നിയന്ത്രിക്കുന്ന നല്ല ഇടയന്മാരുണ്ടായിരുന്നു, ഇതിനെ നിയന്ത്രിക്കുന്ന നല്ല ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീരിന്റെ ഫലമാ ഇന്ന് ഈ കാണുന്ന മാളികകളല്ല. സ്തോത്രം. അല്ലാതെ ഇന്ന് ഇരിക്കുന്ന സ്തോത്രമാരുടെ കോന്തന്മാരുണ്ടാക്കിയതല്ല. ഇന്ന് ഇരിക്കുന്ന കർത്താവ് സ്തോത്രം കോന്തന്മാരുണ്ടാക്കി വെച്ചേക്കുന്നതല്ല. കുമാരുണ്ടാക്കിയതാ. ഇതിന്റെ പിന്നിൽ ഒരുപാട് കണ്ണുനീരൊഴുക്കിയവരുണ്ട്. ഒരു അധികാര മോഹമില്ലാത്ത കുറെ പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഇലക്ഷൻ നടന്നിട്ട് കുറെ ഫോട്ടോയ്ക്കകത്തിരിപ്പുണ്ട്, ഞങ്ങൾ ഏതാണ്ട് ചെയ്തത്. സ്തോത്രമാലയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇത് ഉണ്ടായി വരാൻ വേണ്ടി ഒരുപാട് പിതാക്കന്മാർ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, പട്ടിണി ഇരുന്നിട്ടുണ്ട്. വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി, സഭ ഉയരാൻ വേണ്ടി എന്ത് തയ്യാറായിട്ട് മുന്നിൽ നിന്നവരുണ്ട്. അവരുടെ എല്ലാം അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് സഭ സമൃദ്ധിയോടിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മള് 10-13 വർഷം കൊണ്ട് കഷ്ടപ്പെടുക, നമുക്ക് ഒരു അധ്വാന ഫലമുണ്ട്. ഇതിനകത്ത് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യത്തെ ഒരു വലയോട് സദൃശ്യം പറഞ്ഞു. വലയോട് സദൃശ്യം പറഞ്ഞു. എന്തുവാ? സ്തോത്രം. വല മീനെ പിടിക്കാൻ വലയിട്ടു, വല വലിച്ചു കെട്ടി, വലയ്ക്കാത്ത മീൻ നിറഞ്ഞപ്പോ വലിച്ചു കെട്ടി. എന്നിട്ട് അടുത്ത പറയുക, സ്വർഗരാജ്യത്തെ കുറിച്ച് ബന്ധപ്പെടുത്തി പറയുക. എന്ത് പറയുക? വലയ്ക്കകത്തുനിന്ന് നല്ലത് പാത്രങ്ങൾ ശേഖരിച്ചു, അഴുക്ക് കളഞ്ഞു. ഇതേപോലെ നമ്മളെ സഭ എന്തുവാ? നല്ലതിനെ ശേഖരിക്കാൻ വേണ്ടി 12-13 വർഷത്തോളം കാലമെടുത്തു.
നല്ലതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അഴുകിനെല്ലാം എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. കാര്യം എന്തുവാ? ദൈവത്തിനും വേണ്ട, സഭയ്ക്കും വേണ്ടാത്ത ചിലതിനെല്ലാം എന്ത് ചെയ്തു? കളഞ്ഞു. കാര്യം അവരെ വില മൊത്തം ലോകത്തോടാണ്. ആ ലോകത്തോട് ചേരുന്നതിനോട് അവരെ അങ്ങ് ചേർത്തു, അവരെ പറഞ്ഞു വിട്ടു. സ്വന്തം നല്ലതിനെ നിർത്തി. ഈ നല്ലതിനെ കൊണ്ട് ദൈവത്തിന് എന്തുകൊണ്ട്? പദ്ധതിയുണ്ട്. ഈ ദൈവത്തിന് ഒരു പദ്ധതി വെച്ചിരിക്കുന്ന നല്ലതിനെ സ്വന്തം മരണത്തിന് വിട്ടുകൊടുക്കുവോ? ദൈവം വിട്ടുകൊടുക്കുവോ? സ്വന്തം നമ്മളെ ദൈവം മരണത്തിന് വിട്ടു. നല്ലതായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തതേ നമ്മൾ ഇവിടുന്ന് പോത്തുണ്ട്. നമ്മുടെ സാക്ഷ്യം നിലനിർത്തിയിട്ടേ നമ്മൾ പോകുന്നത്. അതിനാണ് ദൈവം നമ്മളെ ഈ 13 വർഷം സഭയ്ക്കകത്ത് നിർത്തി. ഇനി നമുക്ക് സഭ പണിയാൻ പോവാ, സഭ തുടങ്ങാൻ പോവാ, സഭ ഒരുക്കാൻ പോവാ. അതിനകത്ത് ആര് തടഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. നടക്കത്തില്ല. സഭ ദൈവത്തിന്റെ ആലയമാണ്. പണിതുകൊണ്ടിരിക്കും. അതിനകത്ത് കുറെ കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്. നമ്മൾ കുറെ 13 വർഷം കൊണ്ട് അനുഭവിച്ചു. ഇനി വിടുതലിന്റെ സമയമായി. സഭയുടെ ദൈവത്തിന്റെ യഥാർത്ഥ ദൂതിലേക്ക് വരാൻ സമയമായി. കർത്താവ് പറയാ, സ്വർഗ്ഗരാജ്യം നല്ലതിനെ തിരഞ്ഞെടുക്കും, അതേപോലെ നല്ലതിനെ തിരഞ്ഞെടുത്തേക്കുക. ഇനി ഈ സഭയ്ക്കകത്ത് വരാൻ പോകുന്ന പ്രശ്നമില്ല. കാര്യം എന്തുവാ? നടത്തുന്ന പാസ്റ്ററില്ല. പാസ്റ്ററിന്റെ കുടുംബത്തെ കറക്റ്റ് ദൈവമായിട്ട് ചേർത്തോണ്ട് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആ മക്കളെ എവിടെ വിടുന്നേ? ഒന്നേ ഉള്ളെങ്കിലും എവിടെ വിടും? അവനെ കൊണ്ട് MBA പഠിപ്പിക്കുക, അവനെ കൊണ്ട് നേഴ്സിംഗ് പഠിപ്പിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടുണ്ടെങ്കിൽ ഒന്നിനെ പോലും വിടത്തില്ല. ഒന്നേ ഉള്ളെങ്കിൽ ഒട്ടും വിടത്തില്ല, രണ്ടുണ്ടെങ്കിൽ ഒട്ടും വിടത്തില്ല. സ്തോത്രം. എന്നിട്ട് പറയാം, ഞാൻ പാസ്റ്റർ. സ്വന്തം മക്കളെ കുടുംബത്തെ നേടാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് പടക്കുക പാസ്റ്റർ. അവനൊരു ദൈവത്തിന് ആവശ്യമില്ല. സ്തോത്രം, സ്തോത്രം. ദൈവവേല എന്ന് പറഞ്ഞ കുഞ്ഞുകളിയാണോ? ദൈവരാജ്യം എന്ന് പറഞ്ഞ കുഞ്ഞുകളിയാണോ? ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനം, അവന്റെ അത് നയിക്കുന്ന ഇടയന് ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ആടിന് വേണ്ടി പ്രാണം കൊടുക്കുന്നവനായിരിക്കണം അവനെ ഇടയെന്ന് വിളിക്കുന്നത്. അല്ലാത്തവരെ ഇടയെന്ന് വിളിക്കത്തില്ല കർത്താവ്. ഇടയനാക്കിയത് എന്തുവാ? ആടിന് വേണ്ടി പ്രാണം കൊടുക്കാൻ, ആടിന് പ്രാധാന്യം കൊടുക്കുന്നവൻ, ആടിനെ പേര് ചൊല്ലി വിളിക്കുന്നവനായിരിക്കണം. കുറെ പേരുണ്ട്, ആടുകൾ ഒരുപാട് പേരെ കൂട്ടിയിട്ടുണ്ട്, ആടുകളുമായിട്ട് ഒരു ബന്ധമില്ല. ആടുകളെ പോക്കറ്റിരിക്കുന്നവർ മതി. ആടുകളെ പോക്കറ്റിരിക്കുന്നതെല്ലാം വേണം, പക്ഷെ ആടുകളെ ഒന്നും അറിയത്തില്ല. സ്തോത്രം. അതിന് പറ്റിയൊരു പരിപാടിയുണ്ട്. ഈ ആടിനെ നേരിട്ട് കാണുമ്പോൾ പുള്ളിക്കാരൻ ബ്രദർ, ഒറ്റ പേര്, തീർന്നു. പേര് ചോദിച്ചാൽ അറിയത്തില്ല പറയാൻ. സ്തോത്രം. പേര് ചോദിച്ചാൽ അറിയത്തില്ല പറയാൻ. ഉടനെ സിസ്റ്റർ, ബ്രദർ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ പുതിയ മനുഷ്യൻ പഠിച്ചിട്ടുള്ളത് ബ്രോ, ഇതെല്ലാം പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. പുതിയ കുറെ സഭകളുണ്ട്. സ്തോത്രം. ആടുമായിട്ട് ഒരു ബന്ധവുമില്ല. എത്ര ആടുണ്ടെന്ന് അറിയത്തില്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടുക. കാര്യം എന്തുവാ? ഉള്ളതെല്ലാം ഇത്തന്നെ നോക്കോ, വേറെ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. സ്തോത്രം. ഇതല്ല ആട്. ആടിന്റെ വേദന അറിഞ്ഞ് ആടിനോടൊപ്പം നിൽക്കുന്നതും, ആടിനെ ആശ്വസിപ്പിക്കുന്നതും, ആടിനെ ബലപ്പെടുത്തുന്നതും, ആടിനെ ശക്തീകരിക്കുന്നതുമായിരിക്കണം ഇടയൻ. അപ്പൊ ഇടയന് മാതൃക വേണ്ടേ? സ്തോത്രം. ഇടയന് മാതൃക വേണ്ടേ? തലമുറയെ വളർത്തുന്നെങ്കിൽ തലമുറ കർത്താവിന് വേണ്ടി ഒരുക്കണം, കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവവേലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഊട്ടി പോകും, പക്ഷെ എന്നെ ശല്യപ്പെടുത്താൻ വരല്ലേ. ഞാൻ നീയായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തീർന്നു. സ്തോത്രം. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇവരെ 3 പേരെ നിർബന്ധിച്ചിട്ടില്ല, 3 പേരോട് പറഞ്ഞിട്ടില്ല. ഒരു 3 പേരുടെ കാഴ്ചപ്പാട്, അവരുടെ ചെറുപ്രായം മുതൽ അവർ എടുത്തിരിക്കുന്ന കാഴ്ചപ്പാട്, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. സ്തോത്രം. അവർക്ക് അവരുടെ ആ കാഴ്ചപ്പാടിൽ പോവാ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഫ്രീഡം ഉണ്ട്, പക്ഷെ ഞാൻ പിടിക്കുന്ന സമയമുണ്ട്. അവിടെ ഉടനെ വന്നേ പറ്റൂ. ആരെ അടുത്ത് വരണം? ദൈവത്തിന്റെ അടുത്ത് വരണം. സ്തോത്രം. ഞാൻ മുഴങ്കാലം അടക്കുന്നത് നിന്നോടല്ല ചോദിക്കുന്നത്, ദൈവത്തോടാണ് ചോദിക്കുന്നത്. ദൈവത്തോട് ചോദിച്ച് കണ്ണുനീർ ഒഴിക്കും, മുഴങ്കാലം അടക്കും. ദൈവം ഒരുക്കേണ്ട സമയത്ത് ഒരുക്കി കയറും. സ്തോത്രം. ഇത് പ്രിയ മക്കളെ, ഇതൊരു ചോദ്യമല്ല. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവൻ, ദൈവവേലയ്ക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവന്റെ മക്കൾക്ക് ഇതല്ലാതെ വേറെ ഉപദേശം എന്തോ പറഞ്ഞു കൊടുക്കാനുള്ളത്? സ്തോത്രം. ഇത് മക്കളെ സുരക്ഷിതരാക്കുക. അപ്പോഴും ദൈവമായിട്ട് ബന്ധമില്ലെന്നല്ലേ എന്റെ അർത്ഥം. മക്കളെ സുരക്ഷിതമാക്കുക. മക്കളെല്ലാം ഭയങ്കര സെറ്റപ്പിൽ പോകണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ. ഇത് സുഖമായിട്ടിരിക്കുന്ന ഒരു പടിയല്ല, റിട്ടയർമെന്റ് ഉള്ള പടിയല്ല. ഇത് റിട്ടയർമെന്റ് പടിയല്ല. ജനിച്ചെങ്കിൽ മരിക്കുന്നവരെ ദൈവസ്ഥനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കണം. ദൈവത്തിന് അതിനുവേണ്ടി അദ്ദേഹം വിളിച്ചിരിക്കുന്നു. സ്തോത്രം. അല്ലാതെ സ്തോത്രം മോളെ MBAക്ക് വിടുവാനും, മോളെ നേഴ്സിംഗിന് പറഞ്ഞു വിടാനും, മോളെ എഞ്ചിനീയറിംഗിന് പറഞ്ഞു വിടാനും, മോനെ അങ്ങനെ വിടാനും ഇങ്ങനെ വിടാനും. മോക്ക് വില ചെയ്യാനുണ്ട്. അയ്യോ, അത് മോളല്ലേ, മോക്കും വില ചെയ്യാനുണ്ട്. മോക്കും ഉണ്ട്. ആണും പെണ്ണുമില്ല, എല്ലാവർക്കും ഉണ്ട്. ആരുടെ വില ചെയ്യാൻ? കർത്താവിന്റെ വില. എല്ലാം ദൈവമക്കൾക്കുണ്ട് കർത്താവിന്റെ വില. അയ്യോ, പാസ്റ്റും കുടുംബം ചെയ്താൽ മതി, ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്ന അല്ല, നിങ്ങൾക്കും ഉണ്ട് ദൈവവേല. ഓരോരുത്തരും വെച്ചിരിക്കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ വേല, കർത്താവിന്റെ അനുഗ്രഹം. അവരത് ചെയ്തേ പറ്റൂ.
ചെയ്തേ പറ്റും. സ്തോത്രം. അനേകം നേടേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാ. നിങ്ങളാ സാക്ഷി. നിങ്ങൾ ജീവിക്കുന്നിടത്ത്, നിങ്ങൾ പോകുന്നിടത്ത്, വരുന്നിടത്തെല്ലാം ക്രിസ്തുവിനെ ഉയർത്തേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാ. നിങ്ങൾ സാക്ഷിയാ. അത് ചെയ്തേ പറ്റൂ. സ്തോത്രം. നിങ്ങളെ നോക്കി ഒരാൾ പറയണം, അയ്യോ പക്ഷേ എനിക്ക് ചിലർക്ക് പറയണ്ട. നിങ്ങളെ ജീവിതം കണ്ട് ചിലർ ഇങ്ങോട്ട് വന്ന് പോയിക്കും. നിങ്ങൾക്ക് ഇത്രയും ധൈര്യം, ഇത്രയും നിങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് കാര്യമുണ്ട്. എന്റെ പിന്നിലും മുമ്പിലുമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. നസറേയനായ യേശുവുണ്ട്. എന്റെ ഭവനത്തിന്റെ നായകൻ യേശുവ. ആ നായകനോട് ചോദിച്ചിട്ടാ ഞാനും എന്റെ കുടുംബം ഓരോന്ന് ചെയ്യുന്നത്. ആ നായകന്റെ ഹിതപ്രകാരമാണ് ഞാനും എന്റെ കുടുംബവും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബലപ്പെടുന്നത്, ശക്തിപ്പെടുന്നത്, അനുഗ്രഹം പ്രാപിക്കുന്നത്. സ്തോത്രം. ഇത് ആരോട് ചോദിക്കണം? നമ്മളെ കുറിച്ച് പറയണം. അത്രയ്ക്ക് സാക്ഷ്യം ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച എടുത്ത ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ പോലും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിലേക്ക് വരണം. സ്തോത്രം. വരണം. അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. അബ്രഹാം പിതാവ് നമ്മളെപ്പോലെ വേറൊരു സാധാ മനുഷ്യൻ, സ്പെഷ്യലായിട്ടൊന്നുമില്ല. അബ്രഹാം പിതാവ് ഒരു പിതാവിന് ജനിച്ചതാണ്. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസത്തിൽ കൂടെ എല്ലാം അബ്രഹാം പിതാവ് വന്നതാണ്. സ്തോത്രം. പക്ഷെ അബ്രഹാം പിതാവിന് നമ്മളെ കാട്ടി ഒരു ക്വാളിറ്റി മുന്നിൽ, ഒരു സ്റ്റെപ്പ് മുന്നാണ്. അതിന്റെ ഏറ്റവും വലിയ സ്റ്റെപ്പാ വിശ്വാസം. പലപ്പോഴും നമുക്ക് എന്തില്ല വിശ്വാസം നമ്മൾ പറയും. പല കാര്യത്തിനകത്തും ഉറപ്പില്ല. ഉറപ്പുള്ളവനെ വിശ്വാസി എന്ന് ദൈവം വിളിക്കുന്നു. ഒരു കാര്യത്തിനകത്ത് ഉറപ്പുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ നോക്കി അവർ പറഞ്ഞു, പണ്ട് വർഷങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അതെല്ലാം മാറുമെന്ന് ഓർത്തെ. പക്ഷെ വാക്ക് മാറി. ഒരു ഉറപ്പുണ്ടാവണം. ഉറപ്പുണ്ടാവണം. അത് കൊച്ചിലെ ആയാലും വലുതാകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പുണ്ടാവണം. ഒരു ദേവദാസൻ നമ്മോട് എന്നോട് വന്ന് ചോദിച്ചു, കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വന്ന് കുഞ്ഞുങ്ങളുടെ ഒരു ഭാവിയായി കഴിയുമ്പോൾ പാസ്റ്റർ ചിലതെല്ലാം മാറ്റും, തീരുമാനങ്ങൾ മാറ്റും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവർ ഇതുള്ള ലോകപരമായ ചില കാര്യത്തിനകത്തെല്ലാം ഇടപെടുമ്പോൾ പാസ്റ്റർ ചില കാര്യത്തിനകത്ത് മിണ്ടാതിരിക്കും. ഞാനിത് കേട്ടപ്പോഴേ പിള്ളേർ അങ്ങനെ വല്ല ചിന്ത ഉണ്ടെങ്കിൽ അതും ചുമ്മാതെ, ഞാൻ വരത്തില്ല. നീ അല്ല ലോകപരമായ, നീ പൊക്കോണം, എന്നെ പിടിക്കല്ലേ, ഞാൻ വരത്തില്ല. ഇതെന്തൊരു തന്തയാന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു തന്തയുണ്ട്, അതങ്ങ് ഓർത്തോണം. ഇതിങ്ങനൊരു തന്തയാ, സ്പെഷ്യൽ തന്തയാ, കണക്കൂട്ടിയാണ്. അയ്യോ മക്കളോടൊപ്പം ആ പാർശ്വങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, ആ പാർശ്വങ്ങൾ നിൽക്കും, ഞാൻ നിൽക്കത്തില്ല, എനിക്ക് അടികൊള്ളാൻ വയ്യ. സ്തോത്രം. ഞാൻ ഒരുപാട് അടി കിട്ടിയിട്ടാ കയറി വന്നേ, ഞാൻ ഒരുപാട് അടി കിട്ടി പാപം ചെയ്തിട്ടാ കയറി വന്നേ, എനിക്ക് അടികൊള്ളാൻ വയ്യ. നീ കൊണ്ടോ, നീ ചെയ്തത് നീ കൊണ്ടോ, എന്റെ കൂടെ താമസിക്കല്ലേ. എന്റെ ഫ്രണ്ടിട്ട് അടിക്കുമ്പോ എനിക്കത് സഹിക്കത്തില്ല. അതുകൊണ്ട് നീ കൊണ്ടോ, നീ കൊണ്ടോ, ഒരു കുഴപ്പമില്ല. അതുപോലെ നിന്റെ അമികാല താളത്തിനനുസരിച്ച് ഞാൻ നിൽക്കത്തില്ല. ഞാൻ ഇത് ആ പാസ്റ്റർ മോളെന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാര്യം എന്തോ, ഇതെല്ലാം ഓരോ പോയിന്റ് കിട്ടണം. ഓരോ പോയിന്റ് കിട്ടിയാലേ നമുക്ക് അടച്ചടച്ച് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലതെല്ലാം നമ്മളെ ഫ്രണ്ടിൽ വന്ന് കിടക്കും, നമ്മൾ അറിയത്തില്ല. ചിലതെല്ലാം അടക്കണം, എന്ത് ചെയ്യണം, ചിലത് കിട്ടണം. സ്തോത്രം. മരുമക്കൾ വന്നെന്ന് പറഞ്ഞ, കൊച്ചുമക്കൾ വന്നെന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം മാറത്തില്ല. എന്റെ വിശ്വാസം യേശുവായിട്ടുള്ളതാണ്. യേശുവായിട്ടുള്ള വിശ്വാസം എന്റെ വിശ്വാസം. എന്റെ മക്കൾ വന്നു, എന്റെ മക്കൾക്ക് വന്നു, മരുമക്കൾ വന്നു, കൊച്ചുമക്കൾ വന്നെന്ന് പറഞ്ഞ് എന്റെ വിശ്വാസം മാറ്റാനുള്ളതല്ല. ഞാനും ദൈവമായിട്ടെടുത്ത തീരുമാനമാണ്. അത് അന്ത്യം വരെ പുലർത്തിക്കൊണ്ടു പോകണം. അതാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ല കൂടെ മാറ്റാനല്ല. മക്കളെ അവസ്ഥ മനസ്സിലാക്കി, മരുമക്കളെ അവസ്ഥ മനസ്സിലാക്കി അമ്മ മാറ്റാനുള്ളതല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. സ്തോത്രം. അമ്മാമ്മയുടെ മക്കൾക്ക് അമ്മാമ്മ പറഞ്ഞെന്തുവാ, നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ആര് പ്രാർത്ഥിച്ചോണം? നിങ്ങൾ പ്രാർത്ഥിച്ചോണം. എന്റെ മമ്മിയുടെ കൊച്ചുമോള 29 വയസ്സായി കെട്ടിയിട്ട്, അത് എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കറിയേണ്ട കാര്യം എന്റെ മോനോ എന്റെ മോളോ ഇത്രയും വയസ്സ് നിൽക്കല്ല, അതിന് മുമ്പേ കെട്ടണം. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അത് നടന്നു. ഇനി നിങ്ങളെ മോളെ കിടക്കേണ്ട ചുമതല എനിക്കുള്ളതല്ല. സമ്പത്തും ദൈവം തന്നിട്ടുണ്ട്, നന്മയും തന്നിട്ടുണ്ട്. ഇനിയും എല്ലാം പോറ്റേണ്ടതാരാ? ദൈവത്തോട് നന്ദി പറയണത് നിങ്ങളാണ്. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സ്തോത്രം. നമുക്ക് അത്രേ ആയിരിക്കണം. അതിനപ്പുറത്തോട്ട് പോകല്ലേ. നമ്മൾ അബ്രഹാം പിതാവിനെ എടുത്തു നോക്കുമ്പോൾ അബ്രഹാം പിതാവിന് നമ്മളായിട്ട് ഒരു ക്വാളിറ്റി ഉണ്ട്, വിശ്വാസമുണ്ട്.
വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാം പറയച്ചിലല്ല, ജീവിതത്തിൽ അത് ജീവിച്ച് കാണിച്ചുള്ള വിശ്വാസമാണ്. ആർക്കുള്ളത്? അബ്രഹാമിന്. നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് പറച്ചിലേ ഉള്ളൂ, പലപ്പോഴും ജീവിതത്തിൽ വിശ്വാസമില്ല. ചില വിടുതൽ കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? വിശ്വാസം കുറവാണ്. വിശ്വാസം കുറവാണ്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമക്കളെ, എന്തെങ്കിലും പ്രതികൂല പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗമാവട്ടെ, സാമ്പത്തിക വിഷയമാവട്ടെ, കുടുംബത്തിന്റെ തലമുറയുടെ വിഷയമാവട്ടെ, എന്തായാലും ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഉപയോഗിക്കേണ്ട ഒറ്റ വാക്യം എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പറയേണ്ട ഒരു വാക്യമാണ് ഞാൻ പറയുന്നത്. അങ്ങോട്ട് കുത്തിയിരുന്ന് പറയണം. 98 മണിക്കൂർ ശവക്കല്ലറയിൽ ഒരുത്തൻ കിടപ്പുണ്ടായിരുന്നു. രോഗിയായിട്ട് മരണം അടഞ്ഞവനാ, രോഗിയായിട്ട് മടങ്ങുവനാ. യേശു വന്നപ്പോൾ അവന്റെ രോഗവും മാറി, മരണവും മാറി, അവൻ ജീവനുള്ളവനായി പുറത്തു വന്നെങ്കിൽ ലാസറിനെ 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ദൈവം അവൻ ആരോഗ്യം കൊടുത്ത് രോഗം മാറ്റി അവനെ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ വിഷയം ഇതേപോലെ 98 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട്. മരിച്ചു പോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ തലമുറ അനുഗ്രഹപ്പെടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ തലമുറ നശിച്ചു പോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നീ നിന്റെ കുടുംബം ഉയരത്തിലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നീ നിന്റെ സഭ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, നിനക്കൊരു സഭാകൂട് കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, നിനക്കൊരു സെമിത്തേരി കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, നിന്റെ തലമുറ സ്നാനപ്പെടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, നിന്റെ തലമുറ ദൈവത്തെ അറിയത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, ഇന്ന് പകൽ ദൈവം പരിഹാരം ഇടാൻ പോവാ. നിന്റെ തലമുറയ്ക്ക് ജോലി കിട്ടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ തലമുറയ്ക്ക് ഭവനം കിട്ടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ തലമുറയ്ക്ക് ഉയർച്ചയില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ രോഗം മാറത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, അത് പാരമ്പര്യമായി എന്റെ ശരീരത്തെ പിടിച്ചിരിക്കുന്ന രോഗമാണ്. അത് ക്യാൻസർ ആവട്ടെ, ഏത് രോഗമാവട്ടെ, ഏത് രോഗമാവട്ടെ, ഏത് ഹാർട്ട് ബ്ലോക്ക് ആവട്ടെ, ശ്വാസമുട്ടലാവട്ടെ, അതിനെ മാറ്റുന്ന യേശുവുണ്ട്. 98 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇറങ്ങി വന്ന കല്ലറയുടെ ഫ്രണ്ടിലുണ്ട് ലാസറെ പുറത്തു പോകാൻ പറഞ്ഞപ്പോ കല്ലറ പൊടിച്ചു മാറ്റി പുറത്തു വന്ന ലാസറിന്റെ വിടുതൽ ഉണ്ടെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിലും വിടുതൽ കിട്ടും. ആമേൻ. ഞാൻ ആരാധിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന, ഉപവാസം ദൈവം മറുപടി തരും, മറുപടി തരും. സ്തോത്രം. ആ കല്ലറയെ കൊണ്ട് മരിച്ചപ്പോഴേ അവൻ മരിച്ച കട്ടിലിനകത്ത് വെച്ചല്ല സൗഖ്യമാക്കിയത്. കാരണം സ്തോത്രം, അതല്ലേ, മരിച്ച് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോഴല്ല സൗഖ്യമാക്കിയത്. നിലവിളിച്ചു ബന്ധുമിത്രാദികൾ, അവരുടെ സുഹൃത്തുക്കൾ, അമികാലിലെ ഭവനത്തിന്റെ സഹോദരങ്ങൾ നിലവിളിച്ചു. അവിടെ അല്ല സൗഖ്യമാക്കിയത്, മരിച്ചു കഴിഞ്ഞു. സ്വന്തം സഹോദരി പറയുക, മാർത്ത പറയുക, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല, ഇനി നീ വിളിക്കേണ്ട. നാട്യം വെച്ചു. സ്തോത്രം. നാട്യം വെച്ചു. പറയുക, സ്വന്തം സഹോദരി പറയുക, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ കല്ലറയുടെ വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ യേശുവിനോട് പറയുക, മാർത്ത പറയുക, സ്വന്തം സഹോദരന, അതിന്റെ വിലാപം തീർന്നില്ല, കരച്ചിൽ തീർന്നിട്ടില്ല. താമര സ്തോത്രം. യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാമോളാ, വിശ്വാസമുള്ള. എന്നിട്ട് അവള് പറയുക, യേശുവേ, തുറക്കല്ലേ. നാറ്റം വെച്ച് കഴിഞ്ഞു. സ്തോത്രം. അവളെന്തോ ചിന്തിച്ചെന്തുവാ? കല്ലറ പോയി കിടന്നിട്ട് യേശു ആ നാറ്റം വെച്ച ബോഡി ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയാണ്. സ്തോത്രം. യേശു അങ്ങനെയല്ല വരുന്നേ. ഇന്ന് എന്റെ പ്ലാനിലോ എന്റെ പദ്ധതിയോ ഒന്നും അല്ല യേശു വരുന്നേ. യേശുവിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നെ കുറിച്ച്. ആ പദ്ധതിക്കാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്ലാനും പദ്ധതിക്കും യേശുവിനെ കൊണ്ടുവരാനല്ല നിൽക്കേണ്ടത്. യേശുവിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അതിലേക്കാ ആര് നിൽക്കേണ്ടത്? നമ്മൾ നിൽക്കേണ്ടത്. എങ്കിലേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. സ്വതം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ഉപവസിക്കുന്ന കർത്താവേ, ഞാൻ കൊടുക്കുന്നു കർത്താവേ, ഞാൻ വാങ്ങുന്നു കർത്താവേ, എന്നിട്ടും എന്റെ കുടുംബത്തോട് അത് നീ ചോദിക്കണ്ട. ദൈവത്തിന് നിന്റെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഈ സഭയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഈ ഹോളിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രമാലെ കഴിഞ്ഞ നാളുകളിൽ ഈ സ്തോത്രം ഹോളിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ പദ്ധതിയ സമയമുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പദ്ധതിയിട്ടില്ല. ദൈവത്തിന് എന്തോ പദ്ധതിയാ. അത് നടക്കട്ടെ, അത് നടക്കട്ടെ. എന്നോടൊപ്പം കർത്താവുണ്ട്, എന്നോടൊപ്പം സഭയുണ്ട്, എന്നോടൊപ്പം എന്റെ ദൈവം തന്നിരിക്കുന്ന കൂടപ്പിറപ്പുകളുണ്ട്. ഇനി ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ. ഇനി എന്റെ വിഷയമല്ല, ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ. സ്തോത്രം. ദൈവം പ്ലാൻ വെച്ചിട്ടുണ്ടോ? ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ടോ? അത് നടക്കും.
അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. ഇന്ന് പകലോർത്തോ ദൈവമക്കളെ, രോഗമാവട്ടെ, ക്ഷീണമാവട്ടെ, സ്തോത്രമല്ല ജോലിയാവട്ടെ, ഭവനമില്ലായ്മയാവട്ടെ, സമ്പത്താവട്ടെ, ഏത് വിഷയമാവട്ടെ, ഇന്ന് പാർട്ടിയിലെ 98 മണിക്കൂറിനകത്ത് എന്റെ യേശു ഇറങ്ങി വന്ന് എനിക്ക് മറുപടി തന്നിട്ടുണ്ടെങ്കിൽ, ലാസറിന് അവിടെ വിടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വചനം ചുമ്മാ എഴുതി വെച്ചേക്കുവല്ല. ലാസർ മരിച്ചു, നാട്ടം വെച്ച് 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് ബൈബിൾ ചുമ്മാ എഴുതി വെച്ചേക്കുവല്ല. ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്, ആ വാക്കുകൾക്ക് ജീവനുണ്ട്, ആ വാക്കുകളിൽ വലിയ അത്ഭുതമുണ്ട്. ഇന്ന് പകൽ അപ്രകാരം അത്ഭുതം ചെയ്യുന്ന ദൈവമേ, ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ കുറിച്ച് പറഞ്ഞ പൂവുണ്ട്, എന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തമുണ്ട്, എന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളുണ്ട്, എന്നെ കുറിച്ച് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനകളുണ്ട്. ഇന്ന് പകൽ അത് നിവർത്തിയാവട്ടെ, അത് ഓപ്പണായി വരട്ടെ. ദൈവത്തിന്റെ മഹത്വം വരട്ടെ. ദൈവത്തിന് എന്റെ രോഗത്തെ മാറ്റുവാൻ കഴിയും, എന്റെ ക്ഷീണത്തെ മാറ്റുവാൻ കഴിയും. നെഞ്ചിലോട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പറ, എന്റെ യേശുവിന് എന്റെ രോഗത്തെ മാറ്റുവാൻ കഴിയും, എന്റെ യേശുവിന് എന്റെ ക്ഷീണത്തെ മാറ്റുവാൻ കഴിയും, എന്റെ യേശുവിന് എന്റെ കുടുംബത്തിന്റെ കടഭാരത്തെ മാറ്റുവാൻ കഴിയും, എന്റെ യേശുവിന് എനിക്ക് വേണ്ടി പുതിയ വഴി തുറന്നു തരുവാൻ കഴിയും, എന്റെ യേശുവിന് എനിക്ക് ജോലി തരുവാൻ കഴിയും, എന്റെ യേശുവിന് എന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ കഴിയും, എന്റെ യേശുവിന് ഭവനം തരുവാൻ കഴിയും, എന്റെ യേശുവിന് സകലതും എന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ പറ്റും. എന്റെ ബന്ധുക്കളും എന്റെ സ്വന്തക്കാരും പറയുന്നത്, നീ പൊട്ടനാ, പൊട്ടിയ, നീ എന്തുവാ ചിന്തിച്ചിങ്ങനെ പോകുന്നത്, നീ എത്ര കാലം ഇങ്ങനെ പോവും എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്റെ യേശുവിന് മറുപടി തരുവാൻ കഴിയും. ഇന്ന് പകൽ എന്റെലേക്ക് യേശുവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ ദൂതന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുക, ആ യേശുവിന്റെ വാഗ്ദത്തം എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുക. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഞാനും എന്റെ കുടുംബം മാറുക. ഇന്ന് പ്രിയ ദൈവമേ, നീ വിശ്വസിക്ക്, ആ ദൈവത്തിന്റെ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോവാ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ചിലവര് എന്റെ മോന് അന്ന് അമേരിക്കയിലെ പാസ്റ്റർ, നാട്ടിൽ പാസ്സാവാൻ സ്ഥലമില്ലായിരുന്നു, നോർത്ത് ഇന്ത്യ സ്ഥലമില്ലായിരുന്നു. സ്തോത്രം. അമേരിക്ക അമേരിക്കയിലെ പാസ്റ്റായിട്ടല്ലേ ജോലി ചെയ്യുന്നത്, ആ പാസ്റ്റായിട്ടാ ജോലി ചെയ്യുന്നത്. അമേരിക്ക പാസ്റ്റായിട്ട് അവിടെ ജനിച്ചുള്ള പിള്ളേർ, അവർക്ക് അവിടെ വൈക്കോളുണ്ട്, അവർ പഠിച്ചിറങ്ങിക്കോളും. അവിടുത്തെ കൾച്ചറിൽ അവർ ജീവിച്ചോളും. നിനക്ക് ഇവിടുത്തെ കൾച്ചറിന് കീഴ്പ്പെടാത്തതിന് അവിടെ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ നാട്ടിൽ വരുമ്പോൾ നോർത്ത് ഇന്ത്യ പോകും. എന്തുവാ ടൂർ പോകുന്ന രീതിയിലൊരു പോക്ക്. നോർത്ത് ഇന്ത്യ പോയി വേല ചെയ്യാൻ സ്ഥലമില്ലാത്ത കേരളത്തിനകത്തില്ലല്ലോ, ഇഷ്ടം പോലെ സ്ഥലം കിടക്കുക. കേരളത്തിനകത്ത് ചങ്കൂറ്റത്തോട് ഇറങ്ങി ദൈവത്തെ മാത്രം കണ്ട് ദൈവത്തിന്റെ ശബ്ദം മാത്രം ചെയ്യാനായി ഇറങ്ങിയെങ്കിൽ, യഥാർത്ഥ ഇടയനാണെങ്കിൽ എത്ര സ്ഥലം കിടപ്പുണ്ട് കേരളത്തിനകത്ത് ദൈവവേല ചെയ്യാൻ. നിനക്ക് പ്രസ്ഥാനത്തിന്റെ ധൈര്യം വേണം, പ്രസ്ഥാനത്തിന്റെ കൂട്ട് വേണം, അധികാരികളുടെ മോഹം വേണം. ഇത് നിന്റെ മേൽ കിടക്കുന്ന ദൈവവേലയല്ല, നിന്റെ മേൽ കിടക്കുന്ന അതിമോഹമാണ്. സ്തോത്രം. ഇതെല്ലാം പ്രസംഗിച്ച് ഇഷ്ടപ്പെടുവോ? പ്രസംഗം ഇഷ്ടപ്പെടൂ. ആരെങ്കിലും എന്തെങ്കിലും തരാൻ ഓർത്താലും പറയും, ഈ അലവലാതിക്ക് കൊടുക്കണമെന്ന് പറയും. ഇത് നമ്മളെ കുത്തിയിട്ട് ഈ അലവലാതിക്ക് കൊടുക്കാനോ? നമ്മളെ മക്കളെല്ലാം അനുഗ്രഹപ്പെട്ട് പോയപ്പോഴാ ഇവ വന്നേക്കുക, ഈ വേട്ടാവളിയെ വന്നേക്കുക, ഇപ്പൊ ഞങ്ങൾ കൊടുക്കണം. തരേണ്ടതാ. ഈ വേട്ടാവളിയെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, യേശുവുണ്ട്. ഈ വേട്ടാവളിയെ വേണ്ടതെല്ലാം തരുന്ന ഒരു യേശുവുണ്ട്. സ്വന്തം ആ യേശു ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും. യേശു ഉണ്ടെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുമുണ്ട്, അതിനകത്ത് മങ്ങൽ വരത്തില്ല. കർത്താവിനെ ഹൃദയ പോവും. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു അച്ചായൻ കല്യാണം വിളിക്കണം. സ്തോത്രം. മോന്റെ കല്യാണം വിളിക്കാൻ വന്നത് നല്ല ആത്മീയരായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാനും ശ്രുതയും സ്തോത്രം ഇവിടെ വന്ന് സ്തോത്രം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി. സ്തോത്രം കുറച്ചു നേരം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി. ഇവിടെ ക്ലീൻ ചെയ്യേണ്ടതെല്ലാം ക്ലീൻ ചെയ്തു, ചെടികളിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് സ്തോത്രം ഹാലലുയ. ടീഷർട്ടെല്ലാം വിട്ടേക്കുക. ടീഷർട്ടും യൂണിഫോം അല്ല, ഇതല്ല സാധാരണ വേഷത്തിൽ വന്ന് ഞങ്ങൾ വന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്നും പോകുന്ന വഴിയല്ല, ഞങ്ങൾ തിരിച്ചു പോയി സ്കൂട്ടറിലാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു വഴിയുണ്ട്. അപ്പോഴേ ഓർത്ത് ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ കാണണ്ട, മുഷിനിക്കുമോ, അപ്പൊ നമുക്ക് ഇത് ഇടയ്ക്കൂടെ അങ്ങ് പാലോ, അപ്പോഴേ അടച്ചാടാലോ. അങ്ങനെ ഇടയ്ക്കൂടെ ചെല്ലുമ്പോൾ
സ്തോത്രം. ഒരു വീടിൻ്റെ അടുത്ത് നമുക്ക് വർഷങ്ങളോട് വരികയുള്ള ഭവനമാണ്. സ്തോത്രം. അമ്മാമയും അവിടുത്തെ മോൻ ഗൾഫിലാണ്. അപ്പോൾ അവന് കൊച്ചിലെ നമുക്കറിയാവുന്നത്. അപ്പോൾ അവൻ അവിടെ വന്നിങ്ങനെ ഗേറ്റിൻ്റെ അടുത്തേക്കൊണ്ട് അമ്മാമ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കുക. സ്തോത്രം. കുറേ വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടത്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് മോനെ എപ്പോഴാണ് വന്നേ? ഇവന് മനസ്സിലായി. ഞാൻ താടിയെല്ലാം വെച്ചുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. ഹെൽമെറ്റെല്ലാം എനിക്കൊന്ന് മനസ്സിലായി. ഇവർ കുറച്ച് മിനിറ്റ് നോക്കിയിട്ട് വീട്ടിൽ കയറി. ഞാൻ ഇല്ല മോനെ, ഞാൻ മുഷിനിരിക്കുക, ഞാൻ പോവാ. ഞാൻ മോനെ കണ്ടോണ്ട് നിർത്തിയത്. അപ്പൊ അമ്മാമ വന്ന് ഇല്ല, വീട്ടിൽ കയറിയിട്ടേ പോവാം. വീട്ടിൽ കയറിയിട്ടേ പോവാം. അമ്മാമയെ മോനോട് നിർബന്ധിച്ച് ഞാൻ അച്ഛ ഇല്ല, പുറത്തു പോയി പോവാം. വീട്ടിൽ കയറി പോയി. ഈ മോനെ നിർബന്ധിക്കുന്നത് ഏറ്റവും സ്തോത്രം. മോൻ നിർബന്ധിച്ച് അമ്മാമയെ നിർബന്ധിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറി. സ്തോത്രം. അകത്തോട്ട് കയറി എനിക്കൊരു 10 വർഷമായി കണ്ടു. 10 വർഷത്തോ 8 വർഷത്തിന് മേലെ എന്തോ ആയി അവിടെ കയറി. ഞങ്ങൾ അകത്ത് കയറി. സ്തോത്രം. കയറി പാർട്ടി അങ്ങോട്ട് കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോ സ്തോത്രം പരിശുദ്ധാത്മാവ് ശക്തമായി മോനെ നിന്റെ കല്യാണമൊന്നുമായിരുന്നു ചോദിച്ചു. അപ്പോൾ അവൻ്റെ മാസ്റ്ററെ ഞങ്ങൾ അതിനുവേണ്ടി ബന്ധപ്പെടും. അവന് ലീവും ഇല്ല. അവൻ അടുത്ത മാസം പോവുകയും വേണം. ഇത്രയും ദിവസങ്ങളിൽ പലതും നോക്കി ഇവനെ കല്യാണമെല്ലാം ഉറപ്പിച്ചു വരുമ്പോൾ ഇവൻ ആ സമയത്ത് ലീവിന് വരത്തില്ല. അപ്പോഴത് പലതും മുടങ്ങിപ്പോയി. സ്തോത്രം. പാസ് വന്ന ഒരു ദിവസം ഇവന്റെ പാസ്പോർട്ട് മേടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഗൾഫിൽ കയറി പോയത്. സ്തോത്രം. പാസ് എവിടെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഞാൻ എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നുണ്ട്, നീ പോകുന്നൊക്കെ കെട്ടിയിട്ടേ പോകും. അവൻ അടുത്ത മാസം 5-ാം തീയതി പോകണം. ദിവസങ്ങളില്ല. അല്ല, അത് നടക്കത്തില്ല. പക്ഷെ നീ ഇപ്പം എനിക്ക് അടുത്തോട്ടേ വരാൻ പറ്റത്തുള്ളൂ. ലീവ്. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ കെട്ടിയിട്ടേ പോകും. എടിപ്പടി കല്യാണം വരും. ഒരു ചോറ് തന്നിട്ട് കിടത്തുള്ളൂ. ഒന്ന് കൈ കൊടുത്തു. സ്തോത്രം. ഞാനും പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞാൻ പോയി. പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പോയി. പക്ഷേ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പെട്ടെന്ന് നടത്തുമെന്നാണ് പറയുന്നത്. സ്തോത്രം. പെട്ടെന്നാണ്. ഞങ്ങൾ ആഗ്രഹിച്ച അപ്പുറത്തെയാ. സ്തോത്രം. പാഷു പറഞ്ഞു BS നേഴ്സ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ ബന്ധമാണ്. ഈ മോന് കിട്ടാത്ത അനുഗ്രഹപ്പെട്ട ബന്ധം വിദ്യാഭ്യാസമാണ് വെച്ചാണ് വരുന്നത്. അത് പറഞ്ഞത് ശരിയാ. അതേപോലെ ബന്ധം വന്ന് എന്തോ ചെയ്യണം. ഞങ്ങൾ ഇന്ന് അവർ വരും. ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും വയ്ക്കുന്നത് അത് നിങ്ങളല്ലേ തീരുമാനിക്കണം. അങ്ങനെ കഴിഞ്ഞ ദിവസം അവർ കല്യാണം വിളിക്കാൻ. അടുത്ത ആഴ്ച കല്യാണം. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അതായത് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞത് ഇതുകൊണ്ടാണ്, ആ ഒറ്റ വാക്കുകൊണ്ടാണ്. കല്യാണം വിളിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാ, വരാതിരുന്നിട്ടൊരു വരവ് വന്നു. ഒറ്റ വാക്കും പറഞ്ഞ് അത് നടത്തുവെച്ച് അത് പറയാൻ വന്നതാ ഇപ്പൊ ഞാൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വരാതിരുന്നിട്ട് വീട്ടിലോട്ടൊന്നും അങ്ങോട്ടോ ഏരിയയിലോട്ടൊന്നും വരാത്ത ആള് അതിലെ പോയപ്പോ ഒന്ന് ചാടി കയറി ഒറ്റ വാക്കും പറഞ്ഞ് പിന്നെ അതിന്റെ പുറകെ ഇപ്പൊ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ചില ദൂതുകൾ ചിലത് പറയാൻ ദൈവം ചില സമയത്തായിരിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല അന്ന് അവിടെ ചെല്ലുന്നു ദൂത് പറയാനോ അല്ലെങ്കിൽ അവരെ പറ്റി പറയാനോ അല്ലെങ്കിൽ അവരെ കാണുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയല്ല. ഇതല്ല ദൈവത്തിന്റെ ചില പദ്ധതിയാവുമ്പോൾ ചിലതിനെ നീ വായിക്കും, ചിലത് പറയും, ചിലത് നടക്കും. ഇതേപോലെ നമ്മളെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോകുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന മറ്റേ അയ്യോ പാസ്റ്റേ നീ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ വിളിച്ചു പറഞ്ഞ് ലവളുണ്ട് അതിന്റെ താക്കോൽ അങ്ങ് മേടിച്ചു, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് താക്കോൽ മേടിക്കാനേ അറിയാം, വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. സ്തോത്രം. താക്കോൽ മേടിക്കാനും സ്തോത്രം അല്ല പ്രമാണം കരകൂട്ടി മേടിക്കാനും നമുക്കറിയാം, വേറെ ഒന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം ആര് തരും? കർത്താവ് തരും. ഇതേപോലെ നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിനകത്തും ആരും മറുപടി തരും, കർത്താവ് തരും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനോട് വിളിച്ചു പറഞ്ഞു. തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ലാസറിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. തീർന്നു പോയെന്ന് പറഞ്ഞ കാര്യമാണ്, നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണ്. അവിടെ തീർന്നു. ഇനി അങ്ങനെ ഒരു കാര്യം അവിടെ ഇമ്പോസിബിൾ. ഒരിക്കലും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ ഇമ്പോസിബിൾ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. നിന്റെ പ്രായം കൂടിയത് ദൈവത്തിന്റെ വിഷയമല്ല, നിന്റെ ദിവസങ്ങൾ കടന്നു പോകുന്ന ദൈവത്തിന്റെ വിഷയമല്ല, വർഷങ്ങൾ കൂടിയ ദൈവത്തിന്റെ വിഷയമല്ല. ഇമ്പോസിബിൾ ഇന്ന് പകൽ ദൈവം നിനക്കാ ചില വാദം നടക്കുവാൻ പോവാ. 2026 മാസം
ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. ദൈവം നിനക്കായി ചില വാതിൽ തുറക്കാൻ പോവുക. നാട്ടം വെച്ചെന്ന് പലരും പറയൂ, അപമാനപ്പെട്ട് പരിഹസിച്ച് ചിലവരും പറയൂ. ഇന്ന് നാട്ടം വെച്ചതിനെ സുന്ദരമാക്കി ഒരു മനോഹരമാക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അഴുകിയതിനെ അഴുക്ക് മാറ്റി അതിനെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് കഴിയും. പുതുതായി സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പല പ്രകാരമെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് കേടുപാടായ ചില അവയവത്തെ സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് പകരത്തിന് തൊഴാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. നിന്റെ ശരീരത്തിനകത്ത് ചില അവയവങ്ങൾ അഴുകിപ്പോയി അതിനെ ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് പുതിയ ദൈവത്തിലെ നീ കേൾക്കണമെങ്കിൽ ഓർത്തോ, ഇന്ന് കേൾക്കാമെങ്കിൽ ഓർത്തോ. നിന്റെ ശരീരത്തിന്റെ സാല നാടീനരമ്പുകളെ ഉണ്ടാക്കിയ ദൈവമെങ്കിൽ നിന്റെ അവയവം അഴുകിയതിനെ മാറ്റി പുത്തനെ തരുവാൻ ദൈവത്തിന് കഴിയും. നീ ജനിച്ചപ്പോൾ നിനക്ക് വന്നതുപോലെ കണ്ട് അതിനെ ശുദ്ധീകരിച്ച് ആരോഗ്യമുള്ളതിനെ കണ്ട് നിന്റെ രോഗത്തെ മാറ്റി പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. വൈദ്യശാസ്ത്രം നോക്കുന്നിടത്ത് യേശുവിന്റെ നാമം ജയിക്കും. നീ രോഗിയാന്ന് പറഞ്ഞ് ഭാരപ്പെടല്ലേ, എനിക്ക് ഇന്ന രോഗമാന്ന് പറഞ്ഞ് ഭാരപ്പെടല്ലേ. ദൈവം നിനക്ക് ഒരു ആയുസ്സും ആരോഗ്യം വെച്ചിട്ടുണ്ട്. നീ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയത് ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നിന്നെ ശുദ്ധീകരിച്ചൊരു ദൈവമുണ്ട്. നിന്റെ പാപത്തെ, നിന്റെ കാമകാലം, നിന്റെ ശാപത്തെ മാറ്റി നിന്നെ ശുദ്ധീകരിച്ച് പുതിയതാക്കി ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ ദൈവത്തെ അത് വിശ്വസിക്കുന്നെങ്കിൽ, ആ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെന്ന് പകൽ ചെയ്യുക. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ കേട്ടോണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തില് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറക്കകത്ത് നടക്കണമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനോട് ദൈവത്തിന്റെ ആലോചന പറയുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാൻ പോവുക. ദൈവം പറയുന്നത് ചെയ്യാൻ നീ തയ്യാറാണോ? ദൈവം പറയുന്നത് ചെയ്യാൻ നീ ഓക്കെയാണോ? എന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന പകൽ നിന്റെ കുടുംബത്തിനകത്ത് വ്യത്യസ്തമായ ചില ദൂത് ദൈവം നിവർത്തിയാക്കാൻ പോവുക. അതെ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പകല് സ്വന്തമായ വിശ്വാസ പുരുഷനായിരുന്നു. ആര്? അബ്രഹാം വിശ്വാസ പുരുഷനായിരുന്നു. ഭയങ്കര ഉറപ്പാ പുള്ളിക്ക്. ആരോട്? ദൈവത്തോട്. തന്നാലോ തന്നില്ലെങ്കിലോ ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് 25 വർഷം കാത്തിരിപ്പിനകത്ത് മടുത്തുപോയില്ല. പുള്ളിക്ക് കിട്ടുന്നോ കിട്ടാത്തതൊന്നും അല്ല. ലോകം മുഴുവനും ഞെട്ടിക്കുന്നു. ഈ വാർദ്ധക്യത്തിൽ ഇവൻ ഇത്രയും നല്ലൊരു മകനെ എവിടുന്ന് ലഭിച്ചു? സ്തോത്രം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇത് പകർന്ന് വിശ്വസിക്കുക. എന്റെ ദൈവത്തിന്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിന്, ഒരു വാക്കിൽ എന്നെ ശുദ്ധീകരിച്ച ദൈവത്തിന്, എന്റെ ശാപവും പാപത്തെ മാറ്റി തന്ന ദൈവത്തിന് എന്റെ കുടുംബത്തിനകത്ത് ചെയ്യുവാൻ ഒരു നിമിഷം മതി. എന്ത് ചെയ്തു തരാൻ എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. വിശ്വസിക്കുക. ഇന്ന് പകൽ എന്റെ കർത്താവ് ചില വിടുതൽ തരാൻ പോവാ. ഇന്ന് പകൽ എന്റെ കുടുംബത്തിനകത്ത് ചില വിടുതൽ തരാൻ പോവാ. എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ചില വിടുതൽ തരാൻ പോവാ. എന്റെ ഭവനത്തിനകത്ത് വിടുതൽ തരാൻ പോവാ. ഞാൻ തലമുറ ചൊല്ലി കരയാറുണ്ട്. ഞാൻ തലമുറയ്ക്ക് വേണ്ടി കരയാറുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ആ തലമുറയുടെ വിഷയത്തിനകത്ത് മറുപടി തരാൻ പോവാ. നിന്റെ ഭവനത്തിനകത്ത് മറുപടി തരാൻ പോവാ. ദൈവത്തിന് കഴിയാൻ തോന്നുന്നില്ല. നീ വിശ്വസിക്കുക. നീ ഉറപ്പിന് അധികാരികൾ മാറട്ടെ, നിയമങ്ങൾ മാറട്ടെ, എന്ത് പേപ്പറും വരട്ടെ നിനക്കെതിരെ ദൈവം പറയുക. ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല. അധികാരം മാറ്റുവാൻ കഴിയും. പേപ്പർ നിനക്ക് അനുകൂലമാക്കുവാൻ കഴിയും. നിനക്ക് പ്രതികൂലമായി
ആമേൻ. സ്തോത്രം. എല്ലാവരും യോഗ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കാൻ പോവാ. ഓരോ കുടുംബത്തിനകത്ത് നിന്ന് വിശ്വസിക്കുക. അപ്പൊ എന്റെ വിശ്വാസം ഉറയ്ക്കാൻ പോവാ. എന്റെ വിശ്വാസത്തിനകത്ത് നിന്ന് കർത്താവ് മറുപടി തരാൻ പോവാ. ഇത് പൂർണ്ണ ഹൃദയത്തോട് നീ വിശ്വസിക്കുക. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിന്റെ കുടുംബത്തെ കർത്താവ് ഇന്ന് പകല് കൊണ്ടുപോവാ. ഇന്ന് പകല് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചേർത്ത് ചെയ്യാൻ പോവാ. ഇത് പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ വിടുതൽ കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അത്ഭുതം കാണും. ഓരോ കുടുംബത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പകല് പ്രാർത്ഥിക്കാൻ പോവാ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവാ. ആ ദൈവ സാന്നിധ്യം